കൊല്ലം കല്ലുവാതുക്കലിൽ മരുമകൻ അമ്മായിയമ്മയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. കല്ലുവാതുക്കൽ പാമ്പ്രം സ്വദേശി മണിയപ്പനാണ് അമ്മായിയമ്മ രത്നമ്മയുടെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. അതിനുശേഷം ഇയാൾ ജീവനെടുക്കാൻ ശ്രമിച്ചു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എന്തിന്റെ പുറത്താണ് ഇപ്പോൾ ഈ കൃത്യം സംഭവിച്ചത്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇവർക്ക് രണ്ട് മക്കളുണ്ട്, രണ്ട് പെൺകുട്ടികള്. അവർ വിവാഹിതരാണ്. വീട്ടിൽ ഈ മരുമകൻ മണിയപ്പനും അമ്മായിയമ്മ രത്നമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. കുടുംബ വഴക്കാണെന്നാണ് പോലീസ് പറയുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം. ഇവര് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഇവർ കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഭാര്യ മാതാവുമായിട്ട് അതുപോലെ ഭാര്യയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ഭാര്യയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയാലേ പൂർണ്ണമായ കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ലഭിക്കൂ. ഇന്നിപ്പോ രാവിലെ ഈ അമ്മാവിയമ്മയുടെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം വീടിന്റെ പുറത്താക്കി. എന്നിട്ട് ഈ മണിയപ്പൻ വീട് കതവടച്ചു. ബെഡ്റൂമിലേക്ക് അടുക്കളയിൽ നിന്ന് ഗ്യാസ് ഊറ്റി ബെഡ്റൂമിൽ എത്തിച്ച് അത് തുറന്നു വിട്ടു. തീ കൊളുത്തിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾക്കെല്ലാം തീ കത്തിച്ച ശേഷം ഇയാൾ ബാത്റൂമിൽ കയറി കഴുത്തറക്കുകയായിരുന്നു. ഈ സമയം വീട് ആളിക്കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടി തീ അണയ്ക്കാൻ ശ്രമിച്ചു. അത് വിഫലമായി. പിന്നീട് ഫയർഫോഴ്സിനെ അറിയിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണക്കിയായിരുന്നു. തീ അണച്ച ശേഷം ബാത്റൂമിനുള്ളിൽ കഴുത്തറത്ത നിലയിൽ ഇയാളെ കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ഇവരെ രണ്ടുപേരെയും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശരി, രാജ്കുമാർ വിവരങ്ങൾ നൽകിയത്.